Hi everyone, welcome back to biology class. This is the third part of our third chapter. What is the name of third chapter? Let's regain our fields. So we have discussed about many problems faced by farmers. And another one problem is pest. Okay, pest means the organisms that destroy agricultural field. So that is also a problem of farmers. Okay, so next topic to control pest. Isn't pest infestation yet another important problem faced by our farmers? People generally apply chemical pesticide to overcome this. Chemical pesticides destroy pest totally, but when the pest acquire resistance, the quantity of pesticide has to be increased. And also, excessive application of chemical pesticide cause many environmental and health issues. ഫാമേഴ്സ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് പെസ്റ്റ് ഓർ കീടങ്ങളുടെ ആക്രമണം. പെസ്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടി പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നു. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ് സാധാരണയായി ഫാമേഴ്സ് ഉപയോഗിക്കുന്നത്. സോ പെസ്റ്റിനെ മുഴുവനായി നശിപ്പിക്കുക എന്നതാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ രീതി. പക്ഷേ പെസ്റ്റിന് ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ വാട്ട് ഹാപ്പൻസ്, പെസ്റ്റിസൈഡ്സിൻ്റെ അളവ് നമ്മൾ കൂട്ടേണ്ടി വരും. ഇങ്ങനെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഓവറായി യൂസ് ചെയ്താൽ അതൊരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. എൻവയോൺമെൻറ്റൽ പ്രോബ്ലം, ഹെൽത്ത് പ്രോബ്ലംസ് ഇതൊക്കെ വരുന്നുണ്ട്. സോ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആർ ആക്ച്വലി എ ബിഗർ പ്രോബ്ലം. That is, you can see a newspaper report, Cancer Patient Toll on the Rise. Thiruvananthapuram, the wide use of chemical pesticide is suspected to be an important reason for the increase in the number of cancer-affected persons. The presence of pesticides identified in even groundwater has become a matter of great concern. So, what is the newspaper report? Because of the use of chemical pesticides, cancer patients are increasing day by day. So that much harmful is the chemical pesticide. Cancer patients കൂടാനുള്ള പ്രധാന കാരണം എന്താണ്? കെമിക്കൽ പെസ്റ്റിസൈഡ് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. സോ ഭൂമിക്കടിയിലുള്ള വെള്ളത്തിൽ പോലും കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ് അല്ലേ. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കലർന്ന വെള്ളം ഓർ ഫുഡ് നമ്മൾ കഴിച്ചാൽ അത് ക്യാൻസറിന് കാരണമാകുന്നു. സോ എന്താണ് സൊല്യൂഷൻ? എൻവയോൺമെൻറ്റിനെയും ഹെൽത്തിനെയും മോശമായി എഫക്റ്റ് ചെയ്യാത്ത പെസ്റ്റിസൈഡ് ഉപയോഗിക്കണം. ഇസിൻറ്റ് ഇറ്റ്? കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കംപ്ലീറ്റ് ആയി ഒഴിവാക്കണം ആൻഡ് ബയോളജിക്കലി ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കണം. ഇസിൻറ്റ് ഇറ്റ്? ഇൻ ദിസ് സിറ്റുവേഷൻ isn't it important to adopt pest control measures that are not harmful to our health and nature? So we have to adopt pesticides which are not harmful to our health and nature. Let us read this. Pests and their natural enemies. Have you ever thought of the tremendous increase of certain pests? The main reason for this is the fall in the number of organisms that prey on them. എന്തുകൊണ്ടാണ് പെസ്റ്റിൻ്റെ നമ്പർ കൂടുന്നത്? അതായത് അവയെ ഫുഡായി ഉപയോഗിക്കുന്ന ഓർഗാനിസംസ് കുറയുന്നത് കൊണ്ടാണ് പെസ്റ്റിൻ്റെ നമ്പർ കൂടുന്നത് അല്ലേ. അതായത് പെസ്റ്റിൻ്റെ എനിമീസ് കുറയുന്നത് കൊണ്ടാണ് പെസ്റ്റിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്. പ്രിഡേറ്റേഴ്സ്, പാരസൈറ്റ്സ് ആൻഡ് പാത്തജൻസ് ഓഫ് പെസ്റ്റ് ക്യാൻ ബി കോൾഡ് ദ നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്. പെസ്റ്റിൻ്റെ എനിമീസ് ആരൊക്കെയാണ്? പെസ്റ്റിനെ കഴിക്കുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ പെസ്റ്റിന് ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസംസ്, ഇവരൊക്കെയാണ് പെസ്റ്റിൻ്റെ എനിമീസ് അല്ലേ. ദ സർവീസ് ഓഫ് ദീസ് ഓർഗാനിസംസ് മേ ബി ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ അഗ്രികൾച്ചർ. അങ്ങനെയാണെങ്കിൽ പെസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം? പെസ്റ്റിൻ്റെ എനിമീസിനെ യൂസ് ചെയ്യാം. ഇസിൻറ്റ് ഇറ്റ്? ആൻഡ് ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഓർ IPM. So next topic, integrated pest management or IPM. The basic principle of integrated pest management is not the destruction of pests totally. Instead, it tries to prevent the multiplication of pests and to limit their number without loss of crop. എന്താണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്? മുഴുവൻ പെസ്റ്റിനെയും കൊല്ലുന്നതിന് പകരം അവയുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് തടയണം, പ്രിവെൻറ്റ് ചെയ്യണം. ക്രോപ്സിന് നഷ്ടം വരാത്ത പോലെ പെസ്റ്റിൻ്റെ നമ്പർ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഈ ഒരു മെത്തേഡാണ് IPM മെത്തേഡ്. ദാറ്റ് ഈസ്
കംപ്ലീറ്റ് ആയി പെസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ പെസ്റ്റിൻ്റെ നമ്പർ പതുക്കെ പതുക്കെ റെഡ്യൂസ് ചെയ്ത് വരണം. ആൻഡ് ഓൾസോ ക്രോപ്സിന് നഷ്ടം വരാത്ത പോലെ പെസ്റ്റിൻ്റെ നമ്പർ കൺട്രോൾ ചെയ്യും. And this method is called integrated pest management. And how is this possible? This eco-friendly method ensures pest control without disturbing the environment. This is done by reducing the use of chemical pesticide and encouraging the application of biopesticide, natural enemies of pest, mechanical pest control, etc. So IPM means what? That is the pest control without disturbing the environment. That is important. Pest control method without causing any disturbance to our nature. അതായത് കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് റെഡ്യൂസ് ചെയ്യണം, ബയോളജിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കണം, ഓൾസോ പെസ്റ്റിൻ്റെ എനിമീസിനെ യൂസ് ചെയ്യണം, മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് യൂസ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. പ്രകൃതിക്ക് ഒരു പ്രശ്നവും കൂടാതെ ചെയ്യാൻ പറ്റുന്ന പെസ്റ്റ് കൺട്രോൾ മെത്തേഡാണ് IPM or Integrated Pest Management, and this is one of the best method. The high investment required for agriculture makes it uneconomic. The high cost of seeds, fertilizers and pesticides make the farmer a debtor. So that means for doing agriculture, they need money for buying seeds, fertilizer, pesticides, etc. Isn't it? So this makes a farmer a debtor. ഫാമേഴ്സിന് ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പൈസ വേണം അല്ലേ? ഇതാണ് ഫാമേഴ്സ് നേരിടുന്ന മറ്റൊരു പ്രശ്നം. ഡിക്ലൈൻ ഇൻ ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ആൻഡ് ദ ഇൻക്രീസ് ഓഫ് പെസ്റ്റ് കമ്പൽ പെസൻസ് ടു യൂസ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റീസ്. ഫെർട്ടൈൽ സോയിൽ അല്ലെങ്കിലും പെസ്റ്റ് ഉണ്ടെങ്കിലും ഫാമേഴ്സിന് ഫെർട്ടിലൈസേഴ്സ് വാങ്ങണം, പെസ്റ്റിസൈഡ്സ് ഇതൊക്കെ വാങ്ങേണ്ടി വരും. ബട്ട് ദോ ദ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് provide profit for a short period, gradually the land may become barren. So if they use fertilizers and pesticides, they will get profit for the first time, but later the land will become barren. ഇതൊക്കെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഉപയോഗിച്ചാൽ തൽക്കാലത്തേക്ക് ലാഭം കിട്ടുമെങ്കിലും പിന്നീട് ആ മണ്ണിൽ കൃഷി ചെയ്യാൻ സാധിക്കില്ല. അതായത് ഓവറായി ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഇതൊക്കെ യൂസ് ചെയ്താൽ പിന്നീട് ആ മണ്ണിൽ കൃഷി ചെയ്യാൻ സാധിക്കാതെ വരും. It is in these circumstances that the concept of sustainable agriculture becomes relevant. Here, the method adopted is to reduce the use of fertilizer and pesticide and to make one's decaying matter a manure for another. So what is the solution for such problem? That is by following sustainable agriculture. Then what is this sustainable agriculture? അതായത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് വാങ്ങുന്നതിന് പകരം ഒന്നിൻ്റെ അവശിഷ്ടം അല്ലെങ്കിൽ റിമൈനിങ്സ് മറ്റൊന്നിന് വളമായി നൽകുന്ന രീതിയാണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അണ്ടർസ്റ്റുഡ്? ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് മാക്സിമം റെഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഡൈവേഴ്സ് ക്രോപ്സ് ആർ സീൻ ഇൻ ദ ഫീൽഡ്സ് അഡോപ്റ്റിംഗ് ദിസ് മെത്തേഡ്. നോ വേസ്റ്റ് റിമെയിൻസ്. ബൈ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദ കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ക്രോപ്സ്, market dependency and price hike can be reduced. Conservation of biodiversity also become possible by cultivating native varieties of crops. Then what are the advantages of sustainable agriculture? എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ്? സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഫോളോ ചെയ്താൽ അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഒരുപാട് ക്രോപ്സ് ഒന്നിച്ച് കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നും വേസ്റ്റായി ബാക്കിയാവില്ല. മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. വിലക്കയറ്റത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. നാറ്റീവ് അല്ലെങ്കിൽ നാടൻ വെറൈറ്റീസ് ആണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതോട് കൂടി നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നത്. സോ വി ആർ കൺസേർവിങ് ദ ബയോഡൈവേഴ്സിറ്റി ഓൾസോ. സോ വിച്ച് മെത്തേഡ് ഷുഡ് ഫാമേഴ്സ് അഡോപ്റ്റ്? വിച്ച് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ? ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, so that they can reduce the use of pesticide, fertilizers, etc. And next topic, waste management and sustainable agriculture. One of the main problems faced by modern society is the disposal of organic waste. Will sustainable agriculture be an answer for this?
നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് വേസ്റ്റ് മെറ്റീരിയൽസ്, ഇസ്n't ഇറ്റ്? വേസ്റ്റ് കളയാനുള്ള ഫെസിലിറ്റീസ് കുറവാണ്. സോ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അഡോപ്റ്റ് ചെയ്താൽ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ വേസ്റ്റ് നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്കായി യൂസ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ കമ്പോസ്റ്റിംഗ്, വേർമി കമ്പോസ്റ്റിംഗ് കേട്ടിട്ടില്ലേ? സോ വാട്ട് ഈസ് ദാറ്റ്? വേസ്റ്റ് മെറ്റീരിയൽസ് ഒരു പിറ്റിൽ ഡംപ് ചെയ്യണം, അതിനുശേഷം എർത്ത് വേമിനെ ആഡ് ചെയ്യണം, കവർ ചെയ്ത് വെക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ എർത്ത് വേം ഈ വേസ്റ്റിനെ എന്താക്കി മാറ്റും? ഫെർട്ടിലൈസേഴ്സ് ആക്കി മാറ്റും. ഡീകമ്പോസ് ചെയ്ത് ഫെർട്ടിലൈസേഴ്സ് ആക്കി മാറ്റും. സോ ഈ ഫെർട്ടിലൈസർ നമുക്ക് അഗ്രികൾച്ചറൽ ഫീൽഡിൽ യൂസ് ചെയ്യാം. നമ്മൾ വേസ്റ്റ് ഇതിനായി ഉപയോഗിച്ചു അല്ലേ? സോ വേസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്തു. വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് വലിയൊരു ടാങ്കിനകത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് ആഡ് ചെയ്യണം, അതിലേക്ക് കൗ ഡങ് ആഡ് ചെയ്യണം. കൗ ഡങ്ങിനകത്ത് കാണുന്ന ഒരു ബാക്ടീരിയ ആണ് മെത്തനോജൻസ്. ഈ മെത്തനോജൻസ് വേസ്റ്റ് മെറ്റീരിയൽസിനെ ഡീകമ്പോസ് ചെയ്ത് ഫെർട്ടിലൈസേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യും. ആ സമയത്ത് ബയോഗ്യാസ് ഫോം ചെയ്യും. സോ ഈ ബയോഗ്യാസ് കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, ഫെർട്ടിലൈസേഴ്സ് അഗ്രികൾച്ചറൽ ഫീൽഡിലും യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് പിന്നെ ഏതിനൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും? ഫോർ ഫോഡർ പ്രൊഡക്ഷൻ, പൗൾട്രി ഫോഡർ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഫിഷ് ഫീഡ് എക്സെട്ര. അതായത് കാലിത്തീറ്റ, കോഴിത്തീറ്റ, മത്സ്യത്തീറ്റ ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ഫിഷ്, പൗൾട്രി ഇതൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ അതിൻ്റെ ഫുഡായി യൂസ് ചെയ്യാൻ സാധിക്കും. സോ വേസ്റ്റ് എന്നുള്ള പ്രോബ്ലം അവിടെ സോൾവ് ചെയ്തു, ഇസ്n't ഇറ്റ്? ബൈ അഡോപ്റ്റിംഗ് വിച്ച് മെത്തേഡ്? സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ മെത്തേഡ്. ദാറ്റ് ഈസ് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസിനെ മറ്റൊന്നിന് യൂസ്ഫുള്ളായ ഒരു സബ്സ്റ്റൻസ് ആക്കി മാറ്റി അല്ലേ? വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് കമ്പോസ്റ്റ് നിർമ്മിച്ചു, ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു, പൗൾട്രി, ഫിഷ് ഇതിനൊക്കെയുള്ള ഫുഡ് പ്രൊഡ്യൂസ് ചെയ്തു. സോ വി ക്യാൻ സോൾവ് ദ പ്രോബ്ലം ഓഫ് waste, and this type of agriculture is called sustainable agriculture.